أعوذ بالله السميع العليم من الشيطان الرجيم. وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون. اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കണം, പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ എല്ലാവർക്കും ഒരേ സ്ഥാനമോ പദവിയോ ശ്രേഷ്ഠതയോ അല്ല നൽകിയിട്ടുള്ളത്. സൃഷ്ടികളുടെ ശ്രേഷ്ഠതകളിലും പദവികളിലുമൊക്കെ ധാരാളം ഏറ്റവ്യത്യാസങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും ശ്രേഷ്ഠരാണെങ്കിലും എല്ലാവരും ഒരേ ദറജയിലല്ല. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅ്ദഹും അലാ ബഅ്ദ്. ദൂതരിൽ ചിലരെക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞതാണ്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്ം എന്ന് പറയുന്ന ദൃഢമനസ്കരായ 5 പ്രവാചകന്മാർ. നൂഹ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഈസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊക്കെയാണ് പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠർ. ഉലുൽ അസ്മി എന്ന് പറയുന്ന അല്ലെങ്കിൽ 5 ദൃഢമനസ്കരായ ഈ പ്രവാചകന്മാർ എന്ന് പറയുന്ന ഈ ആളുകളിൽ 5 പേരും ഒരേ ദറജയിലല്ല. അതിൽ തന്നെ ഏറ്റവും വ്യത്യാസങ്ങളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമാണ്. ഇങ്ങനെ പ്രവാചകന്മാർക്കിടയിൽ അല്ലാഹു തആല തഫാവുത്ത് ഏറ്റവ്യത്യാസം നിശ്ചയിച്ചിട്ടുണ്ട്. മലക്കുകളിലും അങ്ങനെയാണ്. എല്ലാ മലക്കുകളും ഒരേ മർത്തബയിലുള്ളവരല്ല. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠനാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠരാണ് ബദർ യുദ്ധത്തിൽ ഇറങ്ങി വന്ന മലക്കുകൾ. ഇവർക്കേറെ ശ്രേഷ്ഠരാണ്. സ്വഹാബികളും ഒരേപോലെ ശ്രേഷ്ഠർ, ഒരേ മർത്തബയിലുള്ളവരല്ല. അതിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറെ വലിയ പദവിയുള്ളവരാണ് ബദരീങ്ങൾ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വലിയ ശ്രേഷ്ഠത ദീനിലുണ്ട്. അല്ലാഹുവിന്റെ വചനങ്ങൾ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ തന്നെ എല്ലാ വചനങ്ങളും ഒരേ മർത്തബയിലല്ല. അതിലേറ്റവും ശ്രേഷ്ഠമായ അധ്യായം സൂറ ഫാത്തിഹയാണ്. ഫാത്തിഹയോളം ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്ത് മുൻ വേദഗ്രന്ഥങ്ങളിലോ വിശുദ്ധ ഖുർആനിൽ തന്നെയോ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനം അത് ആയത്തുൽ കുർസിയാണ്. ഇങ്ങനെ ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച. ശ്രേഷ്ഠമായ രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന അത് പ്രതീക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള റമദാനിലെ അവസാനത്തെ 10 രാവുകൾ. ഏറ്റവും ശ്രേഷ്ഠമായ പകലാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകൾ. ഇങ്ങനെ പരിശോധിച്ചാൽ മാസങ്ങളിലും ഈ ശ്രേഷ്ഠത നിശ്ചയിച്ചിട്ടുണ്ട്. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ മാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള 4 മാസങ്ങളുണ്ട്.
നമുക്കതറിയാം. ദുൽഖഅദയും ദുൽഹിജ്ജയും റജബും മുഹറവും ഈ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ പവിത്രമായ മാസങ്ങളാണ്. റമദാനിന് അതിൻ്റെതായ വേറെ ശ്രേഷ്ഠതകളുണ്ട്. അതിൽ ഏറെ ശ്രേഷ്ഠമായ മുഹറം, ഷഹറുല്ലാഹി മുഹറം എന്നാണ് മുഹറം മാസത്തെ കുറിച്ച് പറയാറുള്ളത്. അള്ളാഹുവിന്റെ പവിത്രമായ മാസം എന്നാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. ഇങ്ങനെ ഈ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഇങ്ങനെ ഓരോ ദിവസത്തിനും വ്യക്തികൾക്ക്, സ്ഥലങ്ങൾക്ക് ഒക്കെ, സമയത്തിന് ഒക്കെ ശ്രേഷ്ഠത കൽപ്പിക്കുവാനുള്ള അധികാരാവകാശം അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. അത് അള്ളാഹുവിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അതവന്റെ തൗഹീദിന്റെ ഭാഗമാണ്. അള്ളാഹുവിലുള്ള തൗഹീദിന്റെ റുബൂബിയത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണിത്. ഇന്ന ദിവസത്തിന്റെ ശ്രേഷ്ഠത എന്താണ്? ശവ്വാൽ മാസത്തെ അല്ലാഹു തആല യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളിൽ ഉൾപ്പെടുത്താതെ മുഹറം മാസത്തെ യുദ്ധം നിഷിദ്ധമാക്കിയ മാസത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിന്റെ അവകാശമാണ്. അതിലൊരാൾക്കും പങ്കു ചേർക്കുവാനോ അല്ലാഹു തആല പ്രത്യേകത കൽപ്പിക്കാത്തൊരു ദിവസത്തിന്റെ പ്രത്യേകത കൽപ്പിക്കുവാനോ ഒരു സ്ഥലത്തിന്റെ പവിത്രത കൽപ്പിക്കുവാനുള്ള അധികാരം ഒരാൾക്കും അല്ലാഹു തആല വിട്ടുകൊടുത്തിട്ടില്ല. അതവന്റെ റുബൂബിയത്തിന്റെ ഭാഗമാണെന്ന് അവൻ തന്നെ പഠിപ്പിച്ചതാണ്. സൂറ ഖസസിന്റെ 68 അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് അപ്രകാരമാണ്. റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. താങ്കളുടെ റബ്ബ് അവൻ സൃഷ്ടിക്കുകയും അവൻ നിശ്ചയിക്കുന്നത് അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. തിരഞ്ഞെടുക്കുക എന്നതിന്റെ വിശദീകരണത്തിൽ അവൻ ഇന്ന മാസത്തെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു, ഇന്ന വ്യക്തികളെ പ്രത്യേക സവിശേഷതയുള്ള വ്യക്തികളായി തിരഞ്ഞെടുക്കുന്നു, ഇന്ന സ്ഥലത്തിന് ഇന്ന പ്രത്യേകതകൾ എന്ന് അവൻ നിശ്ചയിക്കുന്നു എന്ന് അതിന്റെ വിശദീകരണത്തിൽ കാണാം. തുടർന്ന് അല്ലാഹു തആല ഈ വചനത്തിലൂടെ പറയുന്നത്, ശിർക്കിൽ നിന്ന് നിങ്ങൾ അങ്ങേയറ്റം ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം, ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും അല്ലാഹു ഏറെ ഉന്നതനാണ് എന്നാണ്. ഇങ്ങനെ സവിശേഷത കൽപ്പിക്കുന്നവൻ റബ്ബാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുടർച്ചയായി അല്ലാഹു തആല ശിർക്കിനെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ ശ്രേഷ്ഠതയും പവിത്രതയും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് ഈ മാസത്തിൽ അല്ലാഹു ദീനോ പഠിപ്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ആളുകൾ ചെയ്തു കൂട്ടാറുണ്ട്. അവിടെ ഇതര മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഏറെ കടുത്തതാണ് അല്ലാഹു തആല പവിത്രമായി കൽപ്പിച്ച മാസത്തിൽ തെറ്റ് ചെയ്യുന്നത്. ഹറമിൽ വെച്ച് ഒരാൾ തെറ്റ് ചെയ്യുന്നതും അതേ തെറ്റ് ഹറമിന് പുറത്ത് ചെയ്യുന്നതുമായാൽ അതിന്റെ ഗൗരവം കൂടുന്നത് പോലെ, പള്ളിയിൽ വെച്ച് ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നതും പള്ളിക്ക് പുറത്ത് വെച്ച് ഒരാൾ തെറ്റ് ചെയ്യുന്നതിന്റെയും ഗൗരവം കൂടുന്നത് പോലെ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ യുദ്ധം നിഷിദ്ധമാക്കിയ പവിത്രമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മാസങ്ങളിൽ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മകൾ ഇതര മാസങ്ങളിൽ ചെയ്യുന്ന തിന്മയേക്കാൾ ഏറെ കട്ടിയും ഘനവും ഉള്ളതായിരിക്കുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ ഏറെ സൂക്ഷിക്കേണ്ടുന്ന, ഏറെ ജാഗ്രത പാലിക്കേണ്ടുന്ന സമയവും സന്ദർഭവുമാണ് മുഹറം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ആളുകൾ മുഹറം മാസത്തെ ഒരു ശകുനത്തിന്റെ, നഹ്സിന്റെ മാസമായി ആളുകൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് യൂതന്മാരിൽ നിന്ന് കടന്നു വന്ന ആ ദുരാചാരമാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹം പറയുന്നത്, വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ് ലാ മിൻ ഹദിയിൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം. ഈ ഇതുപോലെയുള്ള മാസങ്ങളെ അല്ലാഹു തആല പവിത്രമായി കൽപ്പിച്ച മാസങ്ങളിൽ ശകുനം കണ്ടെത്തുക എന്ന് പറയുന്നത് അത് ജൂതന്മാരുടെ ചര്യയാണ്.
ജൂതന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ്, അവരുടെ ചര്യയാണ്. അതല്ലാതെ സ്രഷ്ടാവായ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന വിശ്വാസികൾക്ക് ചേർന്ന സ്വഭാവമല്ല ഇത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ജൂതന്മാരിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഇത് പരന്നിട്ടുണ്ട് എന്നോ. അതൊരു മുഹറത്തിൽ ഒതുങ്ങുന്നില്ല. പ്രത്യേകമായ ദിവസങ്ങൾ എല്ലാ ബുധനാഴ്ചയും നഹ്സാണ് എന്നാണ് നമ്മുടെ ഉമ്മത്തിന്റെ വിശ്വാസം. നിങ്ങളൊരു ചില കലണ്ടറുകൾ പരിശോധിച്ചാൽ എല്ലാ മാസത്തെയും ആദ്യത്തെ ബുധൻ അല്ല അവസാനത്തെ ബുധൻ അത് നഹ്സായി ആളുകൾ കാണുന്നു, ശകുനമായി കാണുന്നു. അന്ന് നല്ലൊരു കാര്യം ചെയ്യാൻ പാടില്ല. ഒരു വിവാഹം, ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറൽ, ഒരു യാത്ര തുടങ്ങിയ ഒരു കച്ചവടം തുടങ്ങിയ കാര്യങ്ങളൊന്നും അത്തരത്തിലുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല. എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധൻ അത് നഹ്സാൻ എന്നാണ് ആളുകളുടെ വിശ്വാസം. റമദാനിലുമുണ്ട് ഒരു അവസാന ബുധൻ. അപ്പൊ റമദാനിലെ അവസാന ബുധനും നഹ്സാൻ എന്നാണ് വരിക. ലൈലത്തുൽ ഖദ്ർ വരെ ആകാൻ സാധ്യതയുള്ള ദിവസവും ആകാം. അതുപോലും നഹ്സാൻ. അതൊന്നും നല്ല കാര്യത്തിന് പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ കടക്കൽ, വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ്, വിശ്വാസത്തെ അറുത്തു മുറിക്കലാണ്. അതീവ ഗൗരവമുള്ള വിഷയമാണ്. ബുധനാഴ്ച അങ്ങനെ കാണുന്ന ആളുകളുണ്ട്. അതേപോലെ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ അത് ദുശ്ശകുനമായി കാണുന്ന ആളുകളുണ്ട്. ജാഹിലിയ കാലത്ത് അത് വേറൊരു രീതിയിലായിരുന്നു. അതിന്റെ മറ്റൊരു പതിപ്പാണ്. ജാഹിലിയ കാലത്ത് ആളുകൾ മോശമായ മാസമായി കണ്ടിരുന്നത് ശവ്വാലിനെയാണ്. ശവ്വാൽ മോശപ്പെട്ട മാസമായി അന്ന് ആളുകൾ കണ്ടിരുന്നു. അത് ഷിയാക്കളിലൂടെ, ജൂതന്മാരിലൂടെ കടന്നു വന്ന് അത് മുഹറം, അത് ശകുനം പിടിച്ച മാസമായി ആളുകൾ കാണുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മനസ്സിൽ മൂടുറച്ചു പോയിരുന്ന, പരമ്പരാഗതമായി അവർ വിശ്വസിച്ചു വന്നിരുന്ന ഈ ദുഷിച്ച വിശ്വാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗികമായി തിരുത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ശവ്വാലിൽ അത് വിവാഹം കഴിക്കാൻ പറ്റിയ മാസമല്ല എന്നും, അന്ന് വിവാഹം ചെയ്താൽ ആ വിവാഹബന്ധം സുഖകരമായ നിലക്ക് മുന്നോട്ട് പോകുകയില്ല എന്നൊരു വിശ്വാസം ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്താൽ അത് സുഖകരമായി മുന്നോട്ട് പോകുകയില്ല എന്ന വിശ്വാസത്തിന്റെ പകരമായി ജാഹിലിയത്തിൽ മൂടുറച്ചു പോയിരുന്നത് ഈ ഒരു വിശ്വാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശ്വാസത്തെ തിരുത്തിയത് പറഞ്ഞും ചെയ്തു കാണിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തത് ശവ്വാലിലാണ്. അങ്ങനെ വിവാഹം ചെയ്താൽ അത് സുഖകരമായി മുന്നോട്ട് പോകുകയില്ല എന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആ അന്ധവിശ്വാസത്തെ തകർക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തൊരു കാര്യം കൂടെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ശവ്വാൽ. ശവ്വാലിലാണ് റസൂലുള്ളാഹി എന്നെ വിവാഹം ചെയ്തത്. വിവാഹം ചെയ്ത അന്ന് തന്നെ അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്. അതും ശവ്വാലിലാണ്. ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതും ശവ്വാലിലാണ്. അപ്പൊ ആ ജനതയിൽ ഉണ്ടായിരുന്ന ആ അന്ധവിശ്വാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട്, ശവ്വാലിൽ വിവാഹം ചെയ്താൽ അത് സുഖകരമായി മുന്നോട്ട് പോകുകയില്ലെന്ന് ആളുകൾ പറയുന്നു. എന്നാൽ എന്റെ അത്ര സംതൃപ്തിയുള്ള വേറെ ഏത് കുടുംബജീവിതമാണ് ഉള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് മുഹറം മാസത്തിലാണ്. സുഫിയ എന്ന് പറയുന്ന നമ്മുടെ മാതാവ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സുഫിയ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തത് മുഹറത്തിലാണ്.
ആ ബന്ധവും എത്ര സുഖകരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആ ജനതയിൽ ഉണ്ടായിരുന്ന പിഴച്ച വിശ്വാസങ്ങളെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗികമായി തന്നെ അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഈ ദിവസങ്ങളും നാളുകളും എല്ലാം നല്ലത് തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇനി ഒരാൾ ഈ ദിവനങ്ങളെയെല്ലാം മോശമായി കാണുന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അള്ളാഹുവിനെ വഴക്ക് പറയുക എന്നാണ്. അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു ദിവസത്തെ, അവന്റെ ഈ അധികാരത്തെ അവൻ നിശ്ചയിച്ചിട്ടുള്ള ദിനങ്ങളിൽ സ്വമേധയാ കുറ്റം കണ്ടെത്തുക എന്നതാണ്. അള്ളാഹു തആല തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. യുദീനി ഇബ്നു ആദം യഖൂലു യാ ഖൈബത്തദ് ദഹർ, മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുന്നു. അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ ഒരാൾക്കും കഴിയില്ല, അതൊരു പ്രയോഗമാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, മനുഷ്യൻ പറയും യാ ഖൈബത്തദ് ദഹർ, ദുഷിച്ച കാലമേ എന്ന് മനുഷ്യൻ പറയും. ദുഷിച്ച കാലമാണ്, ഇതൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയ ദിനമല്ല എന്ന് മനുഷ്യൻ പറയും. ഫലാ യഖൂലന്ന അഹദുകും യാ ഖൈബത്തദ് ദഹർ, ദുഷിച്ച കാലം മോശമാണ്, ഈ നാളുകൾ ദുശഗുണം പിടിച്ച നാളുകളാണ്, മോശം പിടിച്ച ദിനങ്ങളാണ് എന്ന് നിങ്ങൾ ആരും പറയരുത് എന്ന് അല്ലാഹു തആല പറയുന്നു. ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്, രാപ്പകലുകൾ നിയന്ത്രിക്കുന്നത് ഞാനാണ്, അതിന്റെ നിയന്താവ് ഞാനാണ്. അതുകൊണ്ട് കാലത്തിന്റെ നിയന്താവായ ഞാൻ എന്റെ ഈ കർമ്മത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അതിലൊരു ദോഷം നിങ്ങൾ കാണരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരാൾ ശകുനം കണ്ടാൽ അതിന്റെ രണ്ടാമത്തെ അപകടമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അയാൾ ശിർക്കിൽ പോയി ചാടുമെന്നാണ്. മൻ റദ്ദതു ഖുത്തീറ മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക്, ഒരാള് ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ശകുനം കാരണം, അവന്റെ വിശ്വാസപ്രകാരം ശകുനം കാരണം ആ കർമ്മത്തിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ ശിർക്കാണ് ചെയ്യുന്നത് എന്ന്. പോകുന്ന വഴിക്ക് ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാളെ കണ്ടാൽ അതിന് ദുശകുനമായി കാണുന്ന ആളുകളുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാളെ കണ്ടിട്ട് ഞാൻ ആ കാര്യം ചെയ്യാതെ പിന്മാറിയാൽ യഥാർത്ഥത്തിൽ അവൻ ശിർക്കാണ് ചെയ്യുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ജാഹിലിയ കാലത്ത് പക്ഷികളെ പറപ്പിക്കും, അതിൽ നിന്നാണ് തീറത്ത് എന്ന പ്രയോഗം തന്നെ വരുന്നത്. പക്ഷികളെ പറപ്പി ഒരു കാര്യത്തിന് തീരുമാനിച്ചാൽ ഒരു പക്ഷിയെ പറപ്പിച്ച് അത് പറപ്പിക്കുന്നവന്റെ വലത് ഭാഗത്തേക്ക് പറന്നാൽ അത് ശുഭലക്ഷണവും ഇടത് ഭാഗത്തേക്ക് പറന്നാൽ അപലക്ഷണവുമാണ്. വലത് ഭാഗത്തേക്ക് പറന്നാൽ അവരാ തീരുമാനിച്ച യാത്രയുമായി മുന്നോട്ട് പോകും. ഇടത് ഭാഗത്തേക്ക് പറന്നാൽ ആ യാത്ര അവർ വേണ്ടെന്ന് വെക്കും. അങ്ങനെയുള്ള ജാഹിലിയ സമ്പ്രദായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ കാലത്ത് വന്നപ്പോഴേക്ക് അതിന് പല പുരോഗതികളും, അന്ധവിശ്വാസത്തിൽ പല പുരോഗതികളും ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ അക്കങ്ങളെ ഭയപ്പെടുന്നു, 13 എന്ന അക്കത്തെ ഭയപ്പെടുന്നവരുണ്ട്. 13 എന്ന അക്കം അതൊരു ശകുനമായി കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ ചില ദിവസങ്ങളെ, സമയങ്ങളെ, വ്യക്തികളെ ഒക്കെ, ചില ജീവികളുടെ ശബ്ദത്തെ, അതിനെയൊക്കെ ശകുനമായി കാണുന്ന ആളുകളുണ്ട്. അതൊക്കെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ് എന്നും ശക്തമായ ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തിയില്ല എങ്കിൽ ശിർക്കിൽ പോയി ചാടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ വല്ല സംശയങ്ങളും ഉണ്ടാക്കിയെടുത്താൽ അവൻ അവിടെ ഉടനെ പറയേണ്ടത് അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്, അല്ലാഹുവേ നിന്റെ പക്കൽ നിന്നുള്ള ഖൈറല്ലാതെ ഒരു ഖൈറുമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ മനസ്സിനെ പാകപ്പെടുത്തണം. അവിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും മനസ്സ് തെന്നി വീഴുന്നതിനെ നിയന്ത്രിച്ച് നിർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് ചെറിയ കുട്ടികളെ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. പലതവണയായി ഈ മിമ്പറിൽ വെച്ചും ക്ലാസ്സുകളിലുമൊക്കെ നമ്മൾ പതിവായി കേൾക്കുന്ന ഒരു ഹദീസ് സാന്ദർഭികമായി നമ്മൾ ഓർക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം കുട്ടിയായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്,
വായിലം ദീർഘമായ കഥ ഇതാണ്. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം ഞാൻ പറയാം. റസൂലുള്ളാഹി പറയാണ്, വായിലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ മാ കതബല്ലാഹു ലക വലവിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ മാ കതബല്ലാഹു അലൈക റുഫിഅത്തിൽ അക്ലാം വജഫത്തിസ് സുഹുഫ്. നീ അറിയണം, ചെറിയ കുട്ടിയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറയാണ്, നീ ശരിക്കും മനസ്സിലാക്കി വെച്ചോ, ഉമ്മത്ത് ഒന്നടങ്കം സംഘടിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാലും അല്ലാഹു തആല അത് കണക്കാക്കിയിട്ടില്ലെങ്കിൽ അവർക്കതിന് സാധ്യമല്ല. മറിച്ചും ഉമ്മത്ത് ഒന്നടങ്കം സംഘടിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ തീരുമാനിച്ചാൽ അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ല, അവന്റെ ഖദാ ഖദറിൽ അതില്ലേ, അതൊരിക്കലും നടക്കില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവനും അല്ലാഹു കണക്കാക്കിയതാണ്. ഏതെങ്കിലും പക്ഷികൾ ശബ്ദമുണ്ടാക്കിയത് കൊണ്ടോ, ഏതെങ്കിലും മൃഗം ഒരു ജീവി ക്രോസ് ചെയ്തത് കൊണ്ടോ, അല്ലെങ്കിൽ ആരെയും പോകുന്ന വഴിക്ക് ഒരു കാഴ്ച പരിമിതിയുള്ള ആളെ കണ്ടതുകൊണ്ടോ അതൊന്നും നമ്മുടെ ജീവിതഗതിയെ മാറ്റുന്നില്ല. എല്ലാം അല്ലാഹുവിന്റെ ഖദറാണ്, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ വൃത്തത്തിൽ നിന്ന് ഒന്നും പുറത്തു പോകില്ല എന്ന് നീ അടിയുറച്ച് വിശ്വസിച്ചു കൊള്ളണം എന്ന് ചെറിയ കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് വേണ്ടത്. അതിന് പകരം പല ഒരു അന്ധവിശ്വാസം മനസ്സിൽ വളർത്തിയെടുക്കുകയും എന്നിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേറൊരു അന്ധവിശ്വാസം സ്വീകരിക്കുകയും ചെയ്യും. കരിങ്കണ്ണ നോക്കൂ എന്നൊക്കെ നമ്മുടെ നാടുകളിൽ കാണാം. ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോൾ ആ രീതിയിലുള്ള ബോർഡ് വെച്ച്, ആ രീതിയിലുള്ള ഫ്ലക്സുകൾ വെച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ അത് ഈ ഉയർന്ന തിന്മകളെ പ്രതിരോധിക്കാൻ പറ്റും എന്ന വിശ്വാസമുണ്ട്. അതെല്ലാം ശറഈന് വിരുദ്ധമാണ്. ചെയ്യേണ്ടത് അല്ലാഹുവിൽ അടിയുറച്ച തവക്കുൽ, അവനിൽ മാത്രം തവക്കുൽ ചെയ്യുക, തൗഹീദ് ശരിപ്പെടുത്തുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, ഏതൊരു കാര്യം ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുക. ഇതൊക്കെയാണ് അതിനുള്ള പരിഹാരമായി ദീൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. സാധിക്കുമെങ്കിൽ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ മുഹറം 1-ന്റെയും 10-ന്റെയും ഇടക്കത് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു വിശ്വാസം, അതിൽ അകപ്പെട്ടിരിക്കുന്ന തെറ്റായ വിശ്വാസത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി ചെയ്തതുപോലെ, ശവ്വാലിൽ വിവാഹം ചെയ്ത് കാണിച്ചു കൊടുത്തതുപോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് സംഭവിച്ചാലും അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുക. ഇങ്ങനെ പ്രായോഗികമായി അന്ധവിശ്വാസങ്ങളെ തിരുത്താൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഈമാനികമായ കരുത്തും അതിനുള്ള ആർജവവും നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാൻ അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, വിശ്വാസത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസറാണ് യഥാർത്ഥത്തിൽ ബിദ്അത്തുകൾ, ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ. അതുകൊണ്ടാണ് സലഫുകളിൽപ്പെട്ട പല ആളുകളും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന വേളയിൽ സലഫുകളിൽപ്പെട്ട പല ആളുകളും പറഞ്ഞിട്ടുള്ളത്, ഒരു പള്ളി അത് കത്തി നശിക്കുന്നത് ഒരു മുസ്ലിം കാണുമ്പോൾ അതിലുണ്ടാകുന്ന അവന്റെ വേദന ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. ഒരു പള്ളി കത്തി ചാമ്പലാകുക, അത് കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന വേദന ഒരിക്കലും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതിന് മാത്രം വലിയ ദുഃഖവും പ്രയാസവും ഒരു പള്ളി തകർന്നു, ഒരു പള്ളി കത്തി ചാമ്പലായി എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികളുടെ മനസ്സിലുണ്ടാകും. സ്വാഭാവികമാണ്. ഇത് പറഞ്ഞിട്ടവർ പറയുന്നത് അതിനേക്കാൾ വലിയ വേദനയാണ് ഒരു പള്ളിയിൽ ബിദ്അത്ത് നടക്കുന്നത് എന്നാണ്.
ഒരു പള്ളി കത്തിച്ചാമ്പലാകുന്നതിനേക്കാൾ കടുത്ത പ്രയാസമാണ് ഒരു പള്ളിയിൽ ബിദ്അത്ത് നടക്കുന്നത്. അതിലൊരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടെന്ന വേദന എന്ന് സലഫു സാലിഹ്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്ര ഗൗരവത്തോട് കൂടെയാണ് അവർ ബിദ്അത്തുകളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ എല്ലാ പ്രഭാഷണത്തിലും ബിദ്അത്തിനെ കുറിച്ച് താക്കീത് നൽകാറുണ്ട്. മിമ്പറിൽ വെച്ച് റസൂലുള്ള ബിദ്അത്തിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടാണ് വിഷയങ്ങൾ പറയാറുള്ളത്. നമ്മളും ഖുത്ബയുടെ മുഖപുരയായി നിർവഹിക്കുന്ന ഖുത്ബത്തുൽ ഹാജ എന്ന് പറയുന്ന ഖുത്ബയിൽ ബിദ്അത്തുകളെ കുറിച്ച് ഗൗരവമായി പറഞ്ഞ ശേഷമാണ് നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത്. അത് പ്രവാചകന്റെ ചര്യയാണ്. എല്ലാ ആഴ്ചയിലും 10 വർഷമാണ് റസൂലുള്ള മിമ്പറിൽ വെച്ച് ഖുത്ബ നിർവഹിച്ചത്. ആ ഖുത്ബകളിലൊക്കെയും ബിദ്അത്തിന്റെ ഗൗരവമോടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മുന്നിലിരിക്കുന്നത് സ്വഹാബികളാണ്. ബദർ യുദ്ധത്തിലും ഉഹദിലും ഒക്കെ പങ്കെടുത്ത, ദീനിന് വേണ്ടി തുല്യതയില്ലാത്ത ത്യാഗം സഹിച്ചിട്ടുള്ള സ്വഹാബികളോടാണ് റസൂൽ പറയുന്നത്, ബിദ്അത്തുകളെ സൂക്ഷിക്കണം. അവർ ബിദ്അത്ത് ചെയ്തിട്ടല്ല, അത് നമ്മളെപ്പോലെയുള്ള ആളുകൾക്കുള്ള പാഠമാകാനാണ്. അത്ര കണ്ട വിഷയത്തിൽ റസൂലുള്ള ജാഗ്രത പാലിച്ചിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, ജീവിതവും മരണവും അല്ലാഹു തആല പടച്ചിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ എന്ന് പരീക്ഷിക്കാനാണ്. ഏറ്റവും കൂടുതൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനാണ് എന്നല്ല. ഏറ്റവും കൂടുതൽ ആരാണ് കർമ്മം ചെയ്യുന്നത് എന്ന് നോക്കാനല്ല, ഏറ്റവും ഭംഗിയായി ചെയ്യുന്നത് ആര് എന്ന് നോക്കാനാണ്. കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുക എന്നതല്ല പ്രധാനം, ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് കർമ്മങ്ങൾ ശരിയാകുക? കർമ്മങ്ങൾ ശരിയാകുന്നത്, ഒന്ന് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അഥവാ തൗഹീദ് ഉണ്ടായിരിക്കണം. 2 ബിദ്അത്ത് സംഭവിക്കരുത്, അഥവാ റസൂലുള്ളാഹിയെ ഇത്തിബാ ചെയ്തുകൊണ്ടായിരിക്കണം കർമ്മങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കർമ്മങ്ങൾ നന്നാകുക. അതല്ലാതെ കുറെ കർമ്മങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് ഒരു കാര്യമില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ അമലും ഇസ്ലാമിലെ പിഴച്ച കക്ഷികളാകുന്ന അവാന്തര വിഭാഗമാകുന്ന ഖവാരിജുകൾ അവരുടെ അമലുകളും താരതമ്യം ചെയ്താൽ പ്രത്യക്ഷത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അമൽ കുറവായിരിക്കും. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഖവാരിജുകളുടെ ഇബാദത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്തും താരതമ്യം ചെയ്താൽ പ്രത്യക്ഷത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഇബാദത്തിന്റെ വിഷയത്തിൽ അവരുടെ പിന്നിലാണ്. എന്നാൽ കൂടുതൽ ഇബാദത്തുകൾ നിർവഹിച്ചിട്ടുള്ള ഖവാരിജുകളെ കുറിച്ച് പറയുന്നത് കിലാബു അഹ്ലിൻ നാർ എന്നാണ്. നരകത്തിലെ പട്ടികൾ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രയോഗമല്ല, ഹദീസിൽ വന്നതാണ്. കിലാബു അഹ്ലിൻ നാർ, നരകാവകാശികളിലെ പട്ടികളാണ് അവർ എന്നാണ്. എന്തേ ഇത്ര കണ്ട് ഇബാദത്ത് ചെയ്തിട്ടും നരകത്തിലെ പട്ടികൾ എന്നവരെ കുറിച്ച് പറയാൻ കാരണം? അവരുടെ ഇബാദത്തുകൾ ധാരാളമുണ്ടെങ്കിലും അതൊന്നും സുന്നത്തിനനുസൃതമായിരുന്നില്ല, പ്രവാചകചര്യയെ അനുധാവനം ചെയ്തുകൊണ്ടായിരുന്നില്ല. അപ്പൊ ആ രീതിയിലുള്ള ഇബാദത്തുകൾ കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളതും നിങ്ങളിൽ ഏറ്റവും ഭംഗിയായി ചെയ്യുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതോ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെടുന്ന വ്യക്തി എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിന് 8 കവാടങ്ങളാണ്. ആ 8 കവാടത്തിൽ ഏതിൽ വേണമെങ്കിലും അബൂബക്കർ റളിയല്ലാഹുവിന് സ്വർഗത്തിലേക്ക് കടന്നു പോകാം. 8 കവാടങ്ങളിൽ നിന്നും വിളിക്കപ്പെടും, അബൂബക്കർ ഇതിലെ വരൂ, അബൂബക്കർ ഇതിലെ വരൂ എന്ന് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല. എന്താ കാരണം? അദ്ദേഹത്തിന് അടിയുറച്ച തൗഹീദുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അനുധാവനം ചെയ്യുന്നതിൽ അദ്ദേഹം പൂർണ്ണ മാതൃകയുമാണ്. അദ്ദേഹം അതിൽ നിന്ന് ഒരു ഇഞ്ച് ഒരിക്കലും പിറകോട്ട് പോകുവാനും തയ്യാറായിരുന്നില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതാണ്. നമ്മൾ നമസ്കാര ശേഷമൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹുവിനോട് നമ്മുടെ കർമ്മങ്ങൾ നന്നാവാൻ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക്
വശുക്രിക് വഹുസ്ന ഇബാദതിക് എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക്, അല്ലാഹു നിന്നെ ഓർക്കാൻ, നിന്നെ ദിക്ർ ചൊല്ലാൻ നീ എന്നെ സഹായിക്കണം. നിന്നെ ഓർക്കാൻ എനിക്ക് നിന്റെ സഹായം കിട്ടണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക്, നിനക്ക് ശുക്ർ ചെയ്യാനും നീ എന്നെ സഹായിക്കണം. വഹുസ്ന ഇബാദതിക്, നിന്നെ നേരാം വിധം ഇബാദത്ത് ചെയ്യേണ്ട ഇബാദത്തുകൾ നേരാവാൻ അതിനും നീ എന്നെ സഹായിക്കണം. ഇബാദത്ത് നേരാകുന്നത്, ഇബാദത്ത് ശരിയാകുന്നത്, ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുന്ന വിധത്തിൽ ആയിത്തീരണമെങ്കിൽ തീർച്ചയായും അത് ശിർക്കിൽ നിന്ന് പാടെ മാറി നിൽക്കണം. തൗഹീദ് മുറുകെ പിടിക്കണം. ബിദ്അത്തുകളിൽ നിന്ന് അങ്ങേയറ്റം ദൂരം പാലിക്കുകയും വേണം. ബിദ്അത്തുമായി ഒരു വിദൂര ബന്ധം പോലും നമുക്കുണ്ടാകരുത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾ കബൂലാകുക, അപ്പോഴാണ് അത് സ്വീകാര്യയോഗ്യമാകുക എന്നതാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. അതുകൊണ്ട് ആ പ്രാർത്ഥനയും പതിവാക്കി മനസ്സറിഞ്ഞുകൊണ്ടത് നിർവഹിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം. ബിദ്അത്തിൽ അകപ്പെട്ട ആളുകളെ വളരെ സ്നേഹത്തോടുകൂടെയും നസീഹത്തോടുകൂടെയും അത് തിരുത്തി കൊടുക്കുവാനുള്ള സന്ദർഭങ്ങൾ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിധം കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികളായ പല സഹോദരങ്ങളുമുണ്ട്. പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട സഹോദരന്മാരുണ്ട്. ആ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവാന്മാരായി നമുക്കിടയിൽ ദീർഘകാലം പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നൽകുന്നതെന്തും മനസ്സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കാൻ കഴിയുന്ന നല്ല ഈമാനുള്ള മനസ്സ് അവർക്കും നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കുമ്പോൾ പരിപൂർണ ഈമാനോടുകൂടെ കണ്ണടക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة يا أرحم الراحمين. الله